എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേൻ്റെ വില എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എന്റെ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി കിച്ചു ഒരു മാസമായിക്കാണ് ഈ ഒരു കണ്ടന്റ് എടുക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എടുത്ത് എന്നതിനാന്ന് ചോദിച്ചാൽ കുറേ ദിവസങ്ങളായിക്കൊണ്ട് കിച്ചു ശരിക്കും പുറത്ത് കുറേ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കിച്ചുവിനെ. കുറേ ദിവസങ്ങളായിക്കൊണ്ട് അത് കാര്യം രേണു ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് കൂടുതലും കിച്ചുവിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്താലും ഏത് ചെയ്താലും അതിൻ്റെ താഴെ ചെന്നേച്ച് കിച്ചുവിനെ ഒരുപാട് എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നവരും അതിലേറെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതിലേറെ കുറേ ആൾക്കാർ ചെന്ന് മനഃപൂർവ്വം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ ഈ കിച്ചുവിൻ്റെ ആണെങ്കിലും രേണുവിൻ്റെ ആണെങ്കിലും കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം അതിനകത്ത് ഉഗ്രൻ അടിയാണ്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റ് ഇടാൻ വരുന്നത് തമ്മിലാണ് അടി ഉണ്ടാക്കുന്നത്. എന്നതിനാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, എന്നതിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കാര്യം ഇപ്പോൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നതെന്ന് അറിയാം. ഇപ്പോൾ വീണ്ടും ഈ ഓഡിയൻസിനെ കൂടെ തമ്മിലിട്ട് അടുപ്പിക്കുന്നതുകൊണ്ട് എന്നാണ് ഗുണം കിട്ടുന്നത്? അതിനുള്ള കാര്യങ്ങൾ ഓരോ നിരന്നിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ലോകത്ത് ആദ്യമായിട്ടല്ല ഒരാൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്യാൻസർ എന്ന ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചികിത്സിച്ച് ഭേദപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ചിലർക്ക് ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോഴായിരിക്കും അറിയുന്നത്. ഇതുപോലെ തന്നെയല്ലേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന രോഗമുള്ളത്. അത് ഒരു മനുഷ്യന് വന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഇതിൽ തന്നെ വരുമ്പോഴായിരിക്കും ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. അവർ ഈ ലോകത്തുനിന്നേ പോകാറുണ്ട് ഇല്ലേ. മരണമെന്ന് പറയുന്നത് നമുക്ക് ദൈവം തമ്മിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യമായിട്ട് നടക്കുന്നവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ഒരു സമയത്ത് പോയിരിക്കും. ഇപ്പം അങ്ങനെ പ്രായമൊന്നുമില്ല. ചിലപ്പോൾ ഒരുപാട് രോഗമായിട്ട് കഴിയുന്നവരായിരിക്കും രക്ഷപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് എല്ലാവരും ഈ ഒരു ലെവലും പറഞ്ഞ് ഇന്നലെ വരെ രേണു ചെയ്ത പല കാര്യങ്ങളും മറന്ന് കമൻറ്റ് ഇടുന്നതും ഓരോരുത്തരെ ചീത്ത വിളിക്കുന്നതും ഞാൻ ഓരോ കമൻറ്റിലൂടെ വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കാര്യങ്ങൾ. പക്ഷേ പറയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ പറയണം. ഒരു മകൻ എന്തുകൊണ്ട് അമ്മയുടെ അടുത്തുനിന്ന് അകന്ന് പോയി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ആ കുഞ്ഞിൻ്റെ അമ്മേനെ മരിച്ചു പോയതാണ് ഈ കിച്ചുവിൻ്റെ ആദ്യത്തെ അമ്മ, അതായത് അവനെ പ്രസവിച്ച അവൻ്റെ അമ്മ. അവരുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവർ ഒളിച്ചോടി പോയതല്ല ഒരു പുരുഷൻ്റെ കൂടെ. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരത് ഒരിക്കലും ഒളിച്ചോടി പോയതല്ല, സുധിയായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് പോയതാണ്. അതെനിക്കൊന്ന് ഇദ്ദേഹമാണെന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്, മറ്റേ ഷായോ അങ്ങനെയാണ് പറയുന്നൊരു ആളുണ്ടല്ലോ കിച്ചുവിനെ പറ്റി ഏകദേശം കാര്യങ്ങൾ അദ്ദേഹത്തിനൊക്കെ അറിയാം. അതുപോലെ തന്നെ ഈ സുധി അറിയുന്ന വേറെ ആരോ ഒരാൾ കൂടെ വന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യം പറയുന്നത് കേട്ടതാണ്. കാര്യം സുധിയുടെ കൂട്ടുകെട്ടും കാര്യങ്ങളും ഒക്കെയാണ് അവർക്കിഷ്ടം. അവർ പറയാതിരുന്നത് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോയി അങ്ങനെ അവർ പോയതാണ്. അവർ കൊച്ചിനെ കൊണ്ട് പോകാനായിട്ട് ഇരുന്നതുമാണ്, സുധി വിടാതിരുന്നതാണ്. കൊച്ചു കൂടെ ഉണ്ടെങ്കിൽ ഇവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് വരുമെന്നായിരുന്നു സുധി വിചാരിച്ചത്. പക്ഷേ അവർ തിരിച്ചു വന്നില്ല, അവർ ആ വഴിക്ക് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പം അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്നാണെന്നോ ഒന്നും ആർക്കും അറിയത്തില്ല. ആ കുഞ്ഞ് കിച്ചു പറയാറുണ്ട്, കിച്ചു അവരോട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിൻ്റെ അമ്മ കുഞ്ഞിനെ കളഞ്ഞേച്ച് കണ്ടവരോടെ പോയതല്ലേ ഒരു കൊച്ചിനെ, അതെന്നാ തെറ്റ് ചെയ്തു. അത് ഇപ്പോൾ സുധി ഒരു തെറ്റ് ചെയ്താലും ഈ കൊച്ചിൻ്റെ അമ്മ ഒരു തെറ്റ് ചെയ്താലും ഈ ഒന്നും അറിയാതെ ജനിച്ച് ഈ കൊച്ചു എന്നാ തെറ്റ് ചെയ്തു. അവരുടെ മകനായി ജനിച്ചത് മാത്രമേ തെറ്റ് അത് ചെയ്തിട്ടുള്ളൂ, അത് ദൈവം സൃഷ്ടിച്ചതന്നെ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് അതൊന്നും ഒരുപാട് കാര്യങ്ങൾ കിച്ചു ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഒരു പ്രാവശ്യം പൊട്ടിത്തെറിച്ചത്. ഒത്തിരി കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ്. കാര്യം അതുപോലെ കിച്ചുവിനെ എന്നതിനാണെന്ന് എനിക്കറിയാൻ മേല. എല്ലാ മനുഷ്യർക്കും ജീവിക്കാം, പക്ഷേ കിച്ചുവിന് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ. അവൻ്റെ തൊഴിൽ ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഒരു കാര്യത്തിലും. അങ്ങനെ പോകുന്ന സ്ഥിതിക്ക് അതിനെ ഇതുപോലിട്ട് ഓരോ വാക്കുകൾ അതിൻ്റെ അമ്മയെ വരെ പറഞ്ഞ് കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അമ്മയെ പറയും നിൻ്റെ അമ്മ അങ്ങനെ കാണിച്ചാൽ ഇങ്ങനെ കാണിച്ചാൽ ഒന്നും അറിയാൻ മേലാത്തവരായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമൻറ്റ് ഇടുന്നത്. അതെല്ലാം കൂടെ കണ്ടിട്ടാണ് കിച്ചു പറഞ്ഞത് ഞാൻ എന്നാൽ അമ്മയെ കാണാൻ പോകുക എന്നുള്ള രീതിക്ക്. അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുവിൻ്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ക്യാൻസറിനെ പറ്റി പറഞ്ഞത്, ക്യാൻസർ എന്ന് പറയുന്ന രോഗം ചെറിയ രോഗമെന്നൊന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വലിയ രോഗം തന്നെയാണ്. അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല രീതിക്കാണ് ഓരോ മനുഷ്യർക്ക് വരുന്നതേ ഉള്ളൂ. നമ്മൾ പറയാറുണ്ട് നമുക്കൊരു രോഗം വരുമ്പോഴാണ് നമ്മുടെ സ്വഭാവത്തിന് മാറ്റം കുറേയേറെ വരുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ഓരോന്നും കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് അതിൽ കൂടി ഇനി പോകേണ്ട, നമ്മൾ ഇനി തിരിച്ചു വരണം ജീവിതത്തിലേക്ക്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥയാണ് നമുക്ക് ഈ രോഗം വരുമ്പോൾ. ആ കിടക്കെ കിടന്നാണ് നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. പലതും നമ്മൾ ചെയ്ത നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ക്യാൻസർ എന്ന രോഗം വലിയ കുഞ്ഞു രോഗമാണെന്ന് കുറച്ചൊന്നും കണ്ട് ഞാൻ പറഞ്ഞതല്ല. ആദ്യമായിട്ടല്ല ഈ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം ഒരു മനുഷ്യന് വരുന്നത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാര്യം ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ രോഗം വരാറുണ്ട്. ബ്രസ്റ്റിലാണ് രേണുവിന് വന്നേക്കുന്നതെന്ന് പറയുന്നുണ്ട്. ബ്രസ്റ്റേ വന്നത് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും എനിക്കറിയാം ഞങ്ങളുടെ അടുത്തുള്ള തന്നെ ഉണ്ട്.
ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവർ ആ ഒരു നല്ല രീതിക്ക് തന്നെ അവർക്ക് ആ ഒന്നും പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ബ്രസ്റ്റ് എടുത്ത് കളയുന്നത്. ബ്രസ്റ്റിൽ വന്നേക്കുന്നത് കൂടി അത് വല്ലാതായി ആ ബ്രസ്റ്റ് എടുത്ത് കളയാതെ അത് മാറുകയില്ല, ബാക്കിയുള്ളിടത്തോടും അത് കണ്ടമാനം വ്യാപിക്കും എന്നൊരിത് വരുമ്പോഴാണ് ബ്രസ്റ്റ് എടുത്ത് കളയുന്നത്. ഇതുവരെ രേണുവിന് ബ്രസ്റ്റ് എടുത്ത് മാറ്റിയതായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ഈ ഒരു ഇതിലൂടെ കണ്ടിട്ടില്ല. എൻ്റെ കാര്യങ്ങളാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ്. കാര്യം എല്ലാവരും വന്നേച്ച് ഭയങ്കരമായിട്ട് കിടന്ന് ബഹളം വെക്കുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബ്രസ്റ്റ് വന്നിരിക്കുന്നത്. ബ്ലഡിലൊക്കെയാണെന്ന് പറയുമ്പോഴാണ് കൂടുതലും നമുക്ക് ഒന്നും കൂടെ അതിന് ട്രീറ്റ്മെൻറ്റ് എത്ര ചെയ്താലും അത് കുറേ കാലം ഇങ്ങനെ, അതുപോലെ ബ്രെയിനെ വരുന്നുണ്ട്, ലിവറെ വരുന്നുണ്ട്, ഒരുപാട് ഇതുണ്ട്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു രോഗം അത് മനുഷ്യൻ്റെ ശരീരത്തേക്ക് വന്ന് നമ്മളെ കാർന്ന് തിന്നുമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇതിപ്പോൾ ഞാൻ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. രേണു പറഞ്ഞൊരു കാര്യം നമുക്കത് കേൾക്കാം. ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്, അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല, അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക, ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന് കിച്ചു. ഇല്ല, വന്നിട്ടില്ല, എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. ഈ ഒരു പോസ്റ്റാണ് രേണു ഇട്ടത്. ഈ ഒരു പോസ്റ്റ് എടുത്തു വെച്ച് എല്ലാവരും റിയാക്ട് ചെയ്തായിരുന്നു. പലരും റിയാക്ട് ചെയ്ത് വെച്ച് പറഞ്ഞു വയ്യാതെ കിടക്കുന്ന അമ്മയെ കാണാൻ വരുന്നില്ല, കിച്ചുവിനെ പച്ച തെറിയായിരുന്നു വിളിക്കുന്ന മൊത്തം. പക്ഷേങ്കിൽ ഇതിനകത്ത് രേണു പറയുന്നുണ്ട്, രേണുവിൻ്റെ ഒരു വീഡിയോ എത്രയും കണ്ടായിരുന്നു. രേണു പറയുന്നുണ്ട്, എൻ്റെ ഋതപ്പന് വേണ്ടി എനിക്ക് തിരിച്ചു വരണം, അവന് അച്ഛനില്ല, ഇനി അമ്മയും കൂടി ഇല്ലാതായാൽ അവനെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞു. ഇതേ അവസ്ഥയിൽ ഒരു കുഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു ഇപ്പം സുധി മരിച്ചിട്ട് ഇപ്പോൾ 3 വർഷം കണ്ടായെന്ന് തോന്നുന്നു, അത്രയും 3 വർഷമോ 4 വർഷം കണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേങ്കിൽ ആ വർഷം ആ സുധി മരിച്ച സമയത്ത് ഒരമ്മ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിന് അപ്പനും കൂടെ നഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ഇതിന് അപ്പനും അമ്മയും ഇല്ലാതെ ആകെപ്പാടെ ഒരു ബന്ധമെന്ന് അത് കാണുന്നത് ഋതപ്പനെ മാത്രമായിരുന്നു. അതേ ഉള്ളൂ അതിനൊരു ബന്ധമെന്ന് പറയാനായിട്ട്. ആ ഒരു അവസ്ഥ നിന്നൊരു കുഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം നീ എവിടെ പോകുന്നു, നീ എങ്ങും പോകണ്ട, ഇവിടെ നിൽക്ക് എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് നിനക്കും കൂടെ അവകാശപ്പെട്ട വീടാണ്, ഈ വീട്ടിൽ നീയും കൂടെ നിൽക്കണം എന്നാലേ പറ്റുള്ളൂ എന്നൊരു വാക്ക് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇത് കിച്ചുവിന് അവകാശപ്പെട്ട വീടാണെന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിർത്തിയില്ല. ഒന്ന് ആ കാര്യം. രണ്ടാമത്, ഈ കുഞ്ഞ് ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾക്കെല്ലാം അടിമയായി പോയത് എപ്പോഴാണ്? നിങ്ങളുടെ കൂടെ തന്നെ താമസിക്കുമ്പോൾ തന്നെയല്ലേ ഈ കുഞ്ഞ് ഇങ്ങനെയൊക്കെ ആയിപ്പോയത് അല്ലേ? നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഋതപ്പനേക്കാൾ കൂടുതൽ സ്നേഹിച്ച മകനാണെന്ന് പറയുന്നുണ്ട്. ആ മകൻ ഒരു വഴി തെറ്റിപ്പോയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ആ മകൻ മോശം ഒരു ഇതിലേക്ക് പോകുന്നത് നിങ്ങൾ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവനെ സ്നേഹിച്ചെന്ന് പറയരുത്. എനിക്ക് അച്ചറക്കാൻ ഇഷ്ടമല്ലായിരുന്നു, ചള്ളി ഇറക്കാൻ ഞാൻ മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ മകൻ, ആദ്യത്തെ മകനാണ്. ഞാൻ അതുപോലെ പൊന്നുപോലെ നോക്കിയ കുഞ്ഞ്, അങ്ങനെ പൊന്നുപോലെ നോക്കിയൊരു കുഞ്ഞ് ഒരു മോശം വഴിയിലേക്ക് പോയപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവനെ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രശ്നമാണ് ആദ്യം തുടക്കട്ടത്. അത് കണ്ടപ്പോൾ കിച്ചു വന്നിച്ച് പറഞ്ഞു എല്ലാവരും സങ്കടം അങ്ങ് മാറ്റേ. കാര്യം അതുപോലെ കമൻറ്റിൻ്റെ ബഹളമായിരുന്നു. സങ്കടങ്ങൾ മാറട്ടെ, ഞാൻ പോകുവാണ് കാണാനായിട്ട്, പോയിട്ട് വന്നിട്ട് ഞാൻ പറയാം എന്നും പറഞ്ഞാണ് കിച്ചു പോയത്. അപ്പോൾ കിച്ചു പോയിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെടുത്ത് ഒരുത്തം പോസ്റ്റ് ചെയ്തു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിൻ്റെ അമ്മയെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ എടുത്ത് രേണു റീപോസ്റ്റ് ചെയ്തിരിക്കുന്നു രേണുവിൻ്റെ അടിയിൽ. എന്നിട്ട് എൻ്റെ ലവിൻ്റെ ഒരു സ്റ്റിക്കറും കൊടുത്തിരിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രേണു കിച്ചുവിനെ പറ്റി എന്നതേലും പറയുന്നു, അല്ലെങ്കിൽ രേണുവിനെ എതിരായിട്ട് കിച്ചുവിന് സൈഡായിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോക്കാർ വീഡിയോ ഇട്ടായിരുന്നു, അല്ലാതെ ആൾക്കാർ ഒന്ന് വീഡിയോ ഇട്ടായിരുന്നു, കമൻറ്റുകൾ ഇട്ടായിരുന്നു. ഒരൊറ്റ കമൻറ്റെങ്കിലും ഈ കിച്ചു എടുത്ത് പിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ഒരു ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രേണു ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചുവിനെതിരെ വരുന്ന ഒരുപാട് വീഡിയോസ് എടുത്ത് രേണു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നേരത്തെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വയ്യാത്തൊരവസ്ഥയിലും എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്തു. നമുക്ക് ഇത് കിച്ചു ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രേണുവിൻ്റെ അടിയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കത് കാണാം. ഒരു വീഡിയോ എന്തായാലും പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമൻറ്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോകാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളുകൾ വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം, ഓക്കെ. അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമൻറ്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം, ഓക്കെ. അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേൻ്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്ന് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഉറങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട്
മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പോൾ അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ സ്നേഹത്തിൻ്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ ഇത് അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഇതിൽ കിച്ചു കൊടുത്ത മറുപടിക്ക് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. അവൻ സത്യസന്ധമായിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ സ്നേഹം, എനിക്ക് ജന്മം തന്ന എൻ്റെ അമ്മയുടെ സ്നേഹവും കിട്ടിയിട്ടില്ല, എനിക്ക് ഒരു അമ്മമാരുടെ സംരക്ഷണമോ ആ ഒരു പരിഗണനയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുള്ള സത്യമാണ്. അല്ലാതെ ഇനി ഒരാളെന്ന് പറഞ്ഞ പേരെടുത്തല്ല പറഞ്ഞത്. ജന്മം കൊടുത്ത അമ്മയെ സഹിതമാണ് പറഞ്ഞത്. കാര്യം ആ കൊച്ചു അനുഭവിച്ച കാര്യങ്ങൾ അതാണ്. ആ ഒരു പ്രായത്തിൽ ഒരു കുഞ്ഞിനെ കളഞ്ഞിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയ ആ ഒരു അമ്മ പോയപ്പം ആ വന്ന പ്രശ്നങ്ങളാണ് അവനാ പറഞ്ഞത്. അതുപോലെ മോശമായിട്ട് ഒരുപാട് തവണ ഒരുപാട് പേര് വന്നിച്ച് ഒത്തിരി നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ഇവരുടെ ഇതിനകത്ത് തന്നെയാണെന്ന് തോന്നുന്നു, ആരോ സുധീയുടെ കൂട്ടുകാരാണോ ആരോ ഒരാൾ പറയുന്നത് കേട്ടു, ഈ സുധി കിച്ചുവിൻ്റെ അമ്മ ആദ്യമേ ഒരാളും കൂടെ ഒളിച്ചോടി പോയതല്ല, പിണങ്ങിപ്പോയതാണ്. സുധിയായിട്ട് പിണങ്ങിപ്പോയതാണ്. കൂട്ടുകാർ കൂടി നടക്കുന്നു വെച്ചാൽ അവരുടെ ഈ കൂട്ടുകാർ കൂടി നടക്കുമ്പോൾ അറിയാമല്ലോ, അത് അങ്ങനത്തെ കമ്പനിയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ പോയി, അവർ കൊച്ചിനെ കളഞ്ഞിച്ച് പോകാൻ വേണ്ടി ഇരുന്നല്ല, കൊച്ചിനെ കൊണ്ട് പോകാൻ തന്നെയായിരുന്നു. പക്ഷേ ഈ കൊച്ചിനെ സുധി കൊടുത്ത് വിട്ടില്ല. കിച്ചുവിനെ കൊടുത്ത് വിടാതിരുന്നത് ഇവർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവർ ആ പോക്കങ്ങ് പോവുകയാണ് ചെയ്തത്, അവർ തിരിച്ചു വന്നില്ല. അങ്ങനെയാണ് അവർ ചെയ്തത്. അപ്പം അതിന് ഈ കൊച്ച് എന്നാ തെറ്റ് ചെയ്തു? ഇതിനെ 24 മണിക്കൂറും നിന്റെ തള്ള കളഞ്ഞിട്ട് പോയതല്ലേ? എത്ര മോശമായിട്ട് നീ എന്നെ അടിച്ചാണ് നീ വീഡിയോ ചെയ്യുന്നത്? ഇവൻ എന്നതോ വലിച്ചേച്ച് നടക്കുവാണ്. ഇങ്ങനെയുള്ള മോശം കിച്ചുവിൻ്റെ അവസ്ഥയെപ്പറ്റി കിച്ചു ഒരിക്കൽ വന്ന് പറഞ്ഞാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. പറഞ്ഞ ഒരാളെ വീണ്ടും ചെന്ന് ഈ കമൻറ്റ് ബോക്സിൽ ചെന്നിച്ച് പറയുന്ന ഭാഷകൾ കേൾക്കണം. അത് ഒരുപാട് ഫേക്കടിയുണ്ട് കേട്ടോ, ഒരുപാട് ഫേക്കടിയുണ്ട്. അതൊന്നും നമ്മളൊന്നും ഓപ്പണാക്കി ചെന്ന് കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള ഫേക്കടികളാണ്. അതുപോലെ ഇതായിട്ടാണ് പോകുന്നത്. അത് കുറേ സെറ്റായിട്ടാണ്, കുറേ ഗ്യാങ് ആയിട്ടുള്ളതാണ്. അത് ഞാൻ ഒരാളുടെ വീഡിയോയിലൂടെ കേട്ടതാണ്, ആ ഗ്യാങ്ങിൻ്റെ കഥയൊക്കെ. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ഇതിനകത്ത് കിച്ചുവിനെ രേണുവിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വന്നല്ല. ഈ കിച്ചുവിനെ ഈ പറയുന്ന കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് വന്നതാണ്. കാര്യം എനിക്കും കൊണ്ടൊരു മകന്, ഞാനൊരു തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ഒരു തോന്നിവാസം കാണിച്ചാൽ അത് ആദ്യം ബാധിക്കുന്നത് എൻ്റെ മക്കളെയാണ് ആദ്യം ബാധിക്കുന്നത്. നിൻ്റെ അമ്മ വേണ്ട അങ്ങനല്ലേന്നേ ആൾക്കാർ ചോദിക്കത്തുള്ളൂ. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ വിഷമം എന്നാന്ന് അറിയണമെങ്കിൽ അവരുടെ അമ്മയായിട്ട് നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കണം. അത് നമ്മൾ അവരെ സ്നേഹിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അവരുടെ അമ്മയായിട്ട് നമ്മൾ ജീവിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ കാണിക്കുന്ന ഒരു തോന്നിവാസം ഒരാൾ 4 പേര് കൂടുമ്പം അത് ഉറപ്പായിട്ടും നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞിരിക്കും ഈ സമൂഹത്തിലത്. കിച്ചു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രേണു വന്നിട്ടുണ്ട്. നമുക്ക് രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാവേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുധിയാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കണ്ട എന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയേക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം വിട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലെന്ന്. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്.
അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ഈ ഒരു വന്നപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇതിൽ ആദ്യം തന്നെ രേണു പറയുന്നുണ്ട്, രേണു അല്ല ഈ വീഡിയോ കണ്ടത്, വീട്ടുകാരാണ് കണ്ടത്. രേണു ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ, രേണു ഇങ്ങനൊരു ടെൻഷൻ ഒരുപാട് കൊടുക്കാൻ പാടില്ല, രേണുവിനെ പറ്റി ടെൻഷനുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല, ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല, മനസ്സമാധാനം കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞെടുത്ത് ആ വീട്ടുകാർക്ക് ഇച്ചിരിയെങ്കിലും രേണുവിനോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇവരെ കാണിക്കുകയായിരുന്നു. രേണുവിനെ കാണിക്കത്തുമില്ല, രേണുവിനെ കൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് അവർ ചെയ്യിപ്പിക്കത്തുമില്ലായിരുന്നു. ഈ രേണു ഈ അസുഖം തുടങ്ങിയപ്പോൾ മുതൽ ഈ ഫോണുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണിക്കും. പലരും പറയുന്നുണ്ട് മൊബൈൽ എന്ന് പറഞ്ഞ റേഡിയേഷനുള്ള സാധനമാണ്, ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ചൊന്ന് കുറയ്ക്കുക, എന്നിട്ട് ദൈവത്തെ വിളിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം വന്ന് പറയട്ടെ ഇവരുടെ കാര്യങ്ങൾ. ഇവരുടെ ചാനലിനകത്തവർക്ക് അങ്ങനെ വീഡിയോ ഇട്ടാലേ ഉള്ളൂ അതിന് വരുമാനം കിട്ടുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം അത് തന്നെയല്ല, രേണുവിൻ്റെ ചേച്ചിക്കാണെങ്കിലും അതിനകത്ത് വീഡിയോ ചെയ്യാം, രേണുവിൻ്റെ അവസ്ഥകൾ പറയാം, രേണുവിൻ്റെ കാര്യങ്ങൾ പറയാം, എന്നിട്ട് അവർക്ക് പറയാം. ഇനി അതുപോലെ തന്നെ കിച്ചു പറഞ്ഞ കാര്യത്തിന് രേണുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും കിച്ചനെ വിളിച്ച് പറയുന്നത് നീ ആ വീഡിയോ റിമൂവ് ചെയ്യുക, അത് ഇടണ്ട, അമ്മ ഇത്രയും വയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞു പോയ സമയങ്ങളിൽ മറ്റുള്ളവർ പറയുന്നതിന് ഒന്ന് നീ മൈൻഡ് കൊടുക്കണ്ട, നീ അത് കള വിട്ട് കള എന്ന് ഇവരാരും വിളിച്ച് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ കിച്ചു അത് റിമൂവ് ചെയ്ത് കളയുമായിരുന്നു. ആ വീഡിയോ റിമൂവ് ചെയ്ത് ആ ഒരു ഐഡിയ കളഞ്ഞത്, കിച്ചുവിൻ്റെ ഐഡിയ കളഞ്ഞായിരുന്നേനെ. പക്ഷേങ്കിൽ ഇത് അതല്ല ചെയ്തത്, ഇത് അതിന് പകരം അതിന് വീഡിയോ ഇടാനായിട്ട് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ രേണു പറയുന്നു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് എന്ന് പറഞ്ഞു. ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആളാണോ ഇതുപോലെ കിടന്ന് ഒച്ചയും ബഹളവും എല്ലാം വെക്കുന്നത്? തുടക്കത്തിൽ ശാന്തതയായിരുന്നു, പതിയെ പക്ഷേ കൈവിട്ട് പോയി കുറച്ച് പറഞ്ഞു തുടങ്ങിയിട്ട്. അതാണ് എപ്പോഴും രേണുവിന് പറ്റുന്നത്. തുടക്കത്തിൽ രേണു ഈ പറഞ്ഞ് എടുക്കുന്ന കാര്യം അത് നേരത്തെ, ഇപ്പോഴത്തെ കാര്യമല്ല, നേരത്തെ ഭയങ്കര ഇതായിട്ട് വരും. കുറച്ച് രേണു അറിയാതെ തന്നെ രേണുവിൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകും. അതാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഈ സബിൻ്റെ കാര്യം പറയുന്നത്, ഈ ഇൻസ്റ്റയിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് തുണി മാറ്റുക എന്നല്ല ഒരു പ്ലാറ്റ്ഫോമിൽ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു മകനോട് ഒരു അമ്മ ഞാനിത് എടുക്കുന്നതെന്ന് പറയുമ്പോൾ അമ്മ അതിനകത്ത് ഈ പണിയാണ് കാണിക്കുന്നതെന്ന് ആ മകൻ അറിയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ വിചാരിച്ച് കാണും ഇവരെന്തോരം പാട്ട് പാടുന്നു, ഇവർ ഓരോ സെറ്റിലും ഓരോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു, അതൊക്കെ അവർക്ക് അതിനകത്തൂടെ ഇടായിരുന്നല്ലോ, അതൊക്കെ അവർക്ക് അതിനകത്തൂടെ ഇടായിരുന്നു. അവർക്ക് പുറത്തോട്ട് വേറെ ഒന്നും ഇടണ്ട. ഇവരെ സത്യം പറഞ്ഞാൽ ഇവരെ കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയക്കാർ ഇവരുടെ കണ്ടന്റ് എടുത്തിട്ട് ഇവരെ ഇത്രയും മോശമാക്കിയതും ഈ ഓൺലൈൻ മീഡിയക്കാരാണ്. ഇവർ ഓരോ ഷൂട്ട് സ്ഥലത്ത് ചെല്ലുമ്പോഴും രേണു എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അതിന് കുറേയൊക്കെ രേണു സപ്പോർട്ട് നിന്നിട്ട് കുറേ നല്ല ഫുള്ള് സപ്പോർട്ടായിരുന്നു രേണുവിന്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് ഇവരുടെ ഐഡിയയിൽ ഇടായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ചെയ്യായിരുന്നല്ലോ. ഇപ്പോൾ ഈ കിച്ചുവിനോട് ഇത് പറയുമ്പോൾ കിച്ചു ഇവർ തുണി ഒരു അമ്മയേക്കാൾ ഒരു മോനെ വിളിച്ച് പറയത്തില്ലല്ലോ, ഈ പണിക്കാണ് അത് തുടങ്ങുന്നതെന്ന് പറയുമോ? അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓഡിയൻസ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞില്ല, അവനോട് ചോദിച്ചിട്ടല്ലേ തുടങ്ങി, അവനെ ഗുഡെന്ന് പറഞ്ഞില്ല, അവൻ യെസ് എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മളോട് നമ്മുടെ മക്കളോട് ഇങ്ങനെ ഒരു കാര്യത്തിനാണ് ഇത് എടുക്കുന്നതെന്ന് ഏതെങ്കിലും അമ്മമാർ പറയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ ചിന്തിക്കുമോ അമ്മ ഈ പണിക്ക് ഇതാണ് ഈ സംഭവത്തിൻ്റെ അതിനുള്ള സ്ഥലമാണോ അത്? അങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ള സ്ഥലമാണോ അത്? ഇതൊക്കെ ഇവരൊക്കെ കാണിച്ചതിന് ശേഷമാണ് ആ ഒരു സബ് എന്ന് പറയുന്നൊരു കാര്യത്തെപ്പറ്റി ആൾക്കാർ പറയുമ്പോൾ ചമ്മലായി തുടങ്ങിയത്. ഇവരൊക്കെ അതിനകത്ത് കയറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷമാണ് ഞാൻ സബ് എടുക്കുകയെന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ മഞ്ജു എത്ര ദിവസം തന്നെ പറഞ്ഞു എനിക്ക് ചമ്മലാണ് പറയാനെന്ന്. പക്ഷേ അവരതിനകത്ത് ഈ പണിക്കല്ല, അല്ലാതെ അവരെന്തൊക്കെയോ കണ്ടന്റും കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലാതെ ഇടാൻ വേണ്ടി അവർ എടുത്തതാണ്. അന്നേരം അവർ പറഞ്ഞ കാര്യങ്ങളതാണ്. ഇത് എവിടെയെങ്കിലും ന്യായമായിട്ടുള്ളൊരു കാര്യമാണോ ഇവർ ഈ പറയുന്നത്? ഇവർ ഉദ്ദേശിക്കുന്നതൊന്ന് പറയുന്ന വേറൊന്ന്, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത് വേറെ രീതി നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് സംഭവിക്കുന്നത്. ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എൻ്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമാണ്. അപ്പം എൻ്റെ കുഞ്ഞു മോനെ കിച്ചു നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ചെയ്യുന്നത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ് മോൻ അന്ന് എന്നോട് പറയാനേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയാൻ അമ്മയോട് ചെയ്യത്തില്ലായിരുന്നു. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. പിന്നെ നാട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പോൾ കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണ് എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യമല്ലോ ഇത് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വരുന്ന കാര്യമാണ്. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു കിട്ടുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? കിച്ചു അന്ന് ഇത് വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ രേണു നിർത്തുമായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? കിച്ചു ഇങ്ങനൊരു വീഡിയോസ് ഇടുന്നതെന്ന് അറിയാൻ മേലാത്തോണ്ടാണ് ആ കൊച്ചു ഗുഡും ഒക്കെ കൊടുത്തത്. ഇങ്ങനൊരു മോശം വീഡിയോ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവരോട് അത് എതിർത്തപ്പോൾ അവർ കൊടുത്ത മറുപടി എന്നതാണ് എനിക്ക് അതിന് പൈസ കിട്ടുന്നതാണ്. എത്രയോ പേര് ഓരോന്നും കാണിക്കുന്നത്, എത്രയോ പേര് എന്തോ കാണിക്കുന്നത് അവൻ അറിയേണ്ട കാര്യമില്ല, അത് അവനെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾ ചെയ്യുന്നതാണ് അവനെ ബാധിക്കുന്നത്. ഞങ്ങളിപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നു. രേണുവിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ റിയാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ റിയാക്ട് ചെയ്തു ഈ ഫോണിൽ ആ വീഡിയോസ് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ തീരുവാണ് നമ്മുടെ കണ്ടന്റ്. നമ്മുടെ മനസ്സിൽ പിന്നെ ഒരു കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എന്നതും കാണിക്കാം, നമ്മൾ അതിനൊന്നും നമുക്കൊരു വിഷയമില്ല, ഒരു നാണക്കേട് നമുക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. മറ്റുള്ളവർ കിടന്ന് ഓരോ വൃത്തികേടുകൾ കാണിക്കുമ്പോൾ കിച്ചുവിനെ അത് ബാധിക്കുന്ന കാര്യമേ ഇല്ല. കിച്ചുവിൻ്റെ അമ്മ ചെയ്താലേ നാണക്കേടും പ്രശ്നങ്ങളും വരത്തുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ എൻ്റെ മക്കൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടാലല്ലേ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും തോന്നിയില്ല. അതേസമയം ആ സ്ഥാനത്ത് അത് ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരത് എതിർക്കും തന്നെ. അമ്മ എനിക്ക് പുറത്തിറങ്ങി നടക്കണം, നാണക്കേടാണ് എന്നവർ പറയും. അതുപോലും ചിന്തിക്കാൻ ബോധമില്ലാതെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കുക, സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്താണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് കിച്ചു അത് വേണ്ട, വൃദ്ധപ്പനും വരുന്നുണ്ട്, അവന് നാണക്കേട, എനിക്ക് നാണക്കേട, ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി തന്നെ
മോനെ ഞാൻ ഇത് ആവർത്തിക്കുകയാണ്, ഞാൻ ഈ പണി ഈ ഒരു വീഡിയോ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യത്തില്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, നീ ക്ഷമിക്കുക, ഞാൻ അങ്ങനെ എല്ലാവരും ഉദ്ദേശിച്ചത്, പക്ഷെ അതങ്ങനെ ആയിപ്പോയി, അവിടെ തീർന്നു, നിങ്ങൾ പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ നിങ്ങളുടെ വിലയാണ് കൂടുന്നത്. അവനും മനസ്സിലാക്കും ചിലപ്പോൾ അമ്മ അറിയാതെ എന്തോ ഇതായിട്ട് എടുത്ത് പോയതാണ്, പറ്റിപ്പോൾ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ് എന്നൊരു മൈൻഡേ അവിടെ വരുള്ളൂ. പക്ഷേ നിങ്ങൾ അതിന് വരെ പറഞ്ഞത് എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന്, പിന്നെ ഞാൻ ചെയ്യുന്നതിനെല്ലാം കുഴപ്പമൊന്നും. അപ്പോൾ ഇതിനെല്ലാം പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാശാണ്. കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്നാണ്. നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയുന്നത് ഇനിയിപ്പോൾ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയെ, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയെ, ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വിടും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവേത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. നിന്നെ ഞാൻ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമടിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമടിച്ച് ഗൾഫിൽ പോയി പ്രൊമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. ആ ഓഹരിയുടെ ഒക്കെ ചാറ്റ് നമ്മൾ കണ്ടത്, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും നമ്മൾ കണ്ടതാണ്. എന്താണ് അതിൽ നിന്ന് കിട്ടിയ ഓഹരി? അപ്പോൾ എന്തെങ്കിലും വളരെ തുച്ഛമായ തുകകളെ അവിടെ പോയി കിട്ടുന്നുള്ളതെന്നുള്ള തെളിവാണുള്ളത്. അതിൻ്റെ പകുതി പൈസ കൊടുത്തെന്നാണ് പറയുന്നത് കിച്ചുവിന്. അവിടെ നിന്നൊക്കെ കിട്ടിയതിൻ്റെ പകുതി പൈസ ഇതിനകത്തിനാണ് രേണു ഈ അസുഖം വെച്ചുകൊണ്ടിരുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ഈ കള്ളങ്ങൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ജീവിക്കണം. നമുക്ക് അന്നേരം ദേഷ്യവും പകയും വന്ന് നമ്മൾ വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയരുത്. അതിൽ കള്ളങ്ങളും പെടുന്നുണ്ട്. ആ കള്ളങ്ങളും കൂടെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു രോഗത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരു പ്രശ്നം ഇതുണ്ടായത് എന്നാന്ന് വെച്ചാൽ, രേണു മാറിയെന്ന് ഒരുപാട് പേര് വിശ്വസിച്ചായിരുന്നു. ഒരുപാട് പേര് രേണു മാറി, രേണു ഇനി പഴയ പോലെ ആകത്തില്ല, രേണുവിന് ദൈവത്തെ വിശ്വാസം ഉണ്ടായി, രേണുവിന് ചെയ്തതെല്ലാം മനസ്സിലായി, രേണു ഇനി വന്നു കഴിഞ്ഞാൽ രേണു നല്ലതായിട്ടാണ് ഇവർ വരും. ഇവർ അസുഖം മാറിയൊക്കെ ഇവർ ഇനിയും വരും. വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഇതിനേക്കാൾ അപ്പുറമായിട്ടുള്ള സ്വഭാവം കാണിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇവർ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചാണ്. കാര്യം വെച്ചാൽ ഇനി അത് എടുക്കുന്നില്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്നതാണ്. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കണ്ടു, രേണു അപശ്യത അഭിനയിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് രേണു ഏറുകണ്ണിട്ട് നോക്കുന്നുണ്ട്, ക്യാമറ കറക്റ്റ് ആണോ എന്ന് അറിയുമ്പോൾ. അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവർക്ക് വയ്യാഴി കൊണ്ടില്ലെന്നല്ല, പക്ഷേ കുറച്ച് പേര് അഭിനയിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ എനിക്കൊരു ഭയങ്കര സങ്കടം. അവർ ആ കൈ ഇങ്ങനെ തലയുടെ ഇട്ട് വെച്ച് ആ കൈയല്ലാതെ ഇട്ടേക്കുന്ന കൈയാണ് വെച്ചേക്കുന്നത്. ആ ഒരു കൈ വെച്ച് ആ കയ്യിൽ ഇത് കാണിച്ചു തന്നിട്ട് ഇടയ്ക്ക് ആ കൈയുടെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഏറുകണ്ട് അത് ക്ലിയറായിട്ട് ആ വീഡിയോ വരികയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഈ അസുഖം വന്ന് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ വേദന കൊണ്ട് കരയുന്നവരെ കണ്ടിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റാതെ കിടന്ന് വിഷമിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിൽ കൊച്ചിന് ലെൻസിലാണ് വന്നത്. അതിന് ഈ മൊക്കെ ചെയ്തിച്ച് വന്നു കഴിയുമ്പോൾ അതിന് അവശതയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ മുടിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇതുപോലൊന്നും അല്ല മുടി പോയത്. മുടി ശരിക്കും പൊഴിഞ്ഞ് തലയോട്ട് വേറൊരു ഷേപ്പിലാണ്. അന്നേരം ഈ മുടിയൊക്കെ ഈ കഷണ്ടി പോലൊക്കെ ആകത്തില്ലേ, അങ്ങനെയാണ് അതിൻ്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞു പോയത്. പൊഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിന്നെ മൊത്തം ഒന്ന് വടിച്ച് കളയുകയാണ് ചെയ്തത്. പക്ഷേ അത് എന്നാലും ആ കൊച്ചിന് ഓരോ ദിവസം കഴിയുമ്പോഴും അതിനറിയായിരുന്നു അതിന് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. വെച്ചാൽ അതിന് ലാസ്റ്റ് സ്റ്റേജിലാണ്. അത് ചുമ ഉണ്ടായിരുന്ന ഇടയ്ക്കൊക്കെ. ചുമ വന്നപ്പോൾ സാധാ ചുമയാണെന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ചുമ തുടങ്ങിയ സമയത്ത് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ അത്രയും ചിന്തിച്ചില്ല. കാര്യം അവരൊന്നും കുടുംബത്തിൽ ആർക്കും ഒരു പാരമ്പര്യമായിട്ട് പോലും ഈ ഒരു രോഗം കണ്ടിട്ടില്ലായിരുന്നു. ഇതൊരു നേഴ്സും കൂടെ ആയിരുന്നു കൊച്ച്. എന്നിട്ടും അത് അറിഞ്ഞില്ല അതിനിങ്ങനെ ഇത് വരുമെന്നുള്ളത്. ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴാണ് ഇതിന് വേദനയും ഇത് ക്ഷീണിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിനെപ്പറ്റി അവർ അറിഞ്ഞ് കൊണ്ട് എന്നതാണ് ഈ ചുമയെന്ന് അറിയാൻ വേണ്ടി കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇതാണെന്നുള്ളത്. അന്നത്തേക്ക് ഒരുപാട് മോശം അവസ്ഥയായി പോയായിരുന്നു കൊച്ചിന്. അത് ആ സമയത്തും മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ വരെ ആ കുഞ്ഞിതൊഴി എല്ലാവരോടും വർത്താനം പറയും, എല്ലാവരുടെ അടുത്ത് വന്നിരിക്കും. പക്ഷേ എപ്പോഴും ഇത് ചിന്തിച്ചിരിക്കുന്നതിനെ കണ്ടിട്ട് കാര്യം അതിനറിയായിരുന്നു. നേഴ്സും കൂടെ ആയതുകൊണ്ട് അതിനറിയായിരുന്നു അതിൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടേക്കും എന്നറിയായിരുന്നു. ആ കൊച്ച് പോയി. അതിന് ഒരു 8 വയസ്സുള്ളൊരു കുഞ്ഞും ഉണ്ടായിരുന്നു, ആ കൊച്ച്. നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളും കാര്യങ്ങളും. ആ വരുന്നവർ അത് ശരിക്കും ദൈവത്തോട് കൂടുതൽ അടുക്കാനായിരുന്നു ശ്രമിച്ചത്. നീ അല്ല ഞാൻ, നിന്റെ അമ്മ സ്വന്തം പെറ്റതള നിന്നെ ഇട്ടിട്ട് പോയ തൊട്ടുള്ള 1.5 വയസ്സുള്ള കഥകൾ വരെ എന്നോട് നീ പറഞ്ഞു വെച്ചു. കൊല്ലത്തെ വീട്ടിൽ വെച്ച് നീ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്നില്ല ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ. ഇതൊക്കെയാണ് എനിക്ക് ചിരി വരുന്നത്. കൊല്ലത്ത് വെച്ച് നിന്നോട് കുഞ്ഞിലെ അവർ ചെയ്തതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ ഇത്ര ഇട്ട് കൊടുത്താൽ പോരെ? അവർക്ക് പിന്നെ ബാക്കി അവിടെയും കിച്ചുവിന് നിൽക്കാൻ ഇനി ഒരു സ്ഥലം കിട്ടരുത്. അവിടുന്നും അവരിറക്കി വിടണം. അതാണ് രേണുവിൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ. നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ഒരു കാര്യങ്ങളും പുറത്ത് പറയുന്നില്ല, ഒന്നും നിങ്ങൾ വിട്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മൊത്തം പുറത്ത് വിട്ട് കഴിഞ്ഞു. മൊത്തം പുറത്ത് വിട്ട് കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വാക്ക് ഇത്രയും നിങ്ങൾക്ക് പറയാമായിരുന്നു. നീ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇനി പുറത്ത് പറയുന്നില്ല, നീ എന്നോട് പറഞ്ഞൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല, നീ അല്ല ഞാൻ എന്ന് പറഞ്ഞെന്താ? നിന്റെ അമ്മ 2 വയസ്സ് 1.5 വയസ്സ് കളഞ്ഞേച്ച് പോയപ്പോൾ 1.5 വയസ്സ് കളഞ്ഞേച്ച് പോയപ്പം ആ കൊച്ചിന് എന്നാ പ്രായമുണ്ടായിരുന്നു? ഒന്നും ഓർക്കാനുള്ള ഓർത്തെടുക്കാൻ പോലുള്ള അറിവായിട്ടില്ലല്ലോ അന്ന് മുതലുള്ള കാര്യങ്ങൾ. അത് പറയാനായിട്ട് അന്ന് മുതലുള്ള കാര്യങ്ങൾ അത് പറഞ്ഞു. അത് ഇനി അതിന് നിൽക്കുന്നിടവും കൂടെ ആശ്രയമില്ലാതാകണം. അതിനാണ് പറയുന്നത്. അവിടെ വെച്ച് അവർ നിന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതൊക്കെ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ? അത്രയും പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ബാക്കി എന്തിനാണ് ഇനി വിശദീകരിച്ച് പറയുന്നത്? ഞങ്ങൾക്കൊരു സ്ത്രീ അല്ല. ഇനിയെങ്കിലും
എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു. കിച്ചു എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു? ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിയമപരമായിട്ട് ഞാൻ സബ്സ്ക്രിപ്ഷൻ അല്ലേ തുടങ്ങിയിട്ടുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോം എന്തിനുള്ളതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. നിങ്ങൾ വിചാരിച്ച് എന്താ അതിനകത്ത് കയറി തുണി മാറ്റി കാണിക്കുക, വൃത്തികേടുകൾ കാണിക്കുക. അതൊക്കെ തോന്നിവാസങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് അതിനകത്ത് ആ ഒരു ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു സബ്ബിൻ്റെ തന്നേക്കുന്നത് സ്ത്രീകൾ തുണി മാറ്റി കാണിക്കാൻ വേണ്ടി അല്ല തന്നേക്കുന്നത്. നിങ്ങളുടെ നല്ല നല്ല വേറ്റ് കഴിവുകൾ അതിനകത്തോടെ കാണിക്കാൻ വേണ്ടിയാണ് തന്നേക്കുന്നത്. നിങ്ങൾക്ക് എന്നതിലൊക്കെ നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളുടെ വിവാഹ ജീവിതം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനകത്തോടെ പറയുന്നത് കേൾക്കാൻ ആൾക്കാർ വന്നിരുന്നേ, ആണും പെണ്ണും എല്ലാം ഇടിച്ചു കയറി വന്നിരുന്നത് നിങ്ങൾ എന്നതാ പറയുന്നതെന്ന് അറിയാനായിട്ട്. നിങ്ങൾക്ക് വേറെ എന്നതെല്ലാം കാര്യങ്ങൾ അതിനകത്തോടെ പറയായിരുന്നു. നിങ്ങൾ ചുമ്മാ റീലിട്ടാലും മതിയായിരുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്താലും അത് കാണാനും ആൾക്കാർ വന്നിരുന്നേ. ഡ്രസ്സ് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിക്കുന്നു. ഉടുപ്പ് അതിനകത്ത് വരുന്ന ഓഡിയൻസ് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും കേട്ടതാണ്. ഉടുപ്പൊന്ന് പൊക്കാമോ, വയറൊന്ന് കാണിക്കാമോ, അത് അന്നേരം തന്നെ നിങ്ങൾ ഉടുപ്പ് പൊക്കുന്നു, വയറ് കാണിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണോ രേണു കാണിച്ചുകൊണ്ടിരുന്നത്? ഈ ഒരു അവസ്ഥയിൽ ഇതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ നിങ്ങൾ തന്നെയാണ് പറയിപ്പിച്ചത് ഈ ഒരു കാര്യങ്ങളൊക്കെ. ഈ കഴിഞ്ഞു പോയ കാലങ്ങൾ ഒരു മനുഷ്യർക്കും പോയില്ല. ഇപ്പോഴും പല വീഡിയോസും സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങളെപ്പോഴും പറയുന്നത് ഞാൻ നിയമപരമായിട്ട് നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന്. നിയമത്തിനെതിരായിട്ടല്ല, ഒരു മക്കൾക്കെതിരായിട്ടാണ് ആ പണി കാണിച്ചത്. ഋതപ്പൻ കുഞ്ഞായതുകൊണ്ടാണ് ഋതപ്പൻ അതിന് മനസ്സിലായി. ഇത് വേറൊന്നും ഇതിപ്പോൾ രേണുവിൻ്റെ എന്താണ് സാമ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ അറിയത്തില്ല കേട്ടോ. എങ്കിലും പറയാം, ഒരു അമ്മ ഒരു ഇത് കാണിക്കുന്നത്, ഒരു മകൻ തെറ്റാന്ന് പറയുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ല. മകൻ സമൂഹത്തിനെതിരായിട്ടുള്ളൊരു കാര്യം കാണിക്കുന്നത്, അത് തെറ്റാന്ന് പറയുന്നത് വലിയ കാര്യം, അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിങ്ങളല്ല ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നൊരു അമ്മ. ഏതൊരു മക്കളും അമ്മമാർ തെറ്റ് ചെയ്ത് അത് പറഞ്ഞിരിക്കും. ഒരു വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽ ദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽ ദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുതി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയണമെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി, രാഹുൽ ദാസിനെ പറ്റി തിരക്കി നോക്ക്. അപ്പൊ എനിക്കതും പറയാറുണ്ടല്ലോ രാഹുൽ കിച്ചു. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മ എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സ്റ്റേഷൻ വരെ പറഞ്ഞു കഴിഞ്ഞു. കിച്ചുവിനെ പറ്റി പോയി അന്വേഷിച്ചാൽ മതി, കിട്ടും. എനിക്കതും പറയാമായിരുന്നല്ലോ. ഇനി എന്നാ പറയാനിരിക്കുന്നത്? എന്നതാണ് രേണു ഉദ്ദേശിച്ചത്? നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ തന്നെ ആദ്യമേ തന്നെ അവർ വീട്ടുകാർക്കുമായിട്ടുള്ള പണി കൊടുത്തു കഴിഞ്ഞു കിച്ചുവിന്. അത് കഴിഞ്ഞ് ഇപ്പോൾ പറഞ്ഞു പൊങ്ങന്താനം ഇന്ന സ്റ്റേഷനിലൊക്കെ അന്വേഷിച്ചാൽ മതി. ഈ രാഹുൽ ദാസ് എന്ന് പറഞ്ഞ ആളാരെന്നല്ലേ? ഇതൊക്കെ പല യൂട്യൂബേഴ്സിനും അറിയാവുന്ന കഥകളാണ് രേണു. പലർക്കും അറിയാവുന്ന കഥകളാണ്. പല യൂട്യൂബേഴ്സിനും അറിയാം ഈ കിച്ചുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ. നിങ്ങൾ ആദ്യമായിട്ട് ഇത് പുറത്ത് വിടുമല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കിച്ചു വന്ന് അത് സത്യങ്ങൾ മൊത്തം പുറത്ത് പറഞ്ഞു കഴിയുമ്പം അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവൻ തന്നെ സമ്മതിച്ചു, എനിക്ക് തെറ്റ് പറ്റി എൻ്റെ ജീവിതത്തിൽ. ഞാൻ തെറ്റായിട്ടുള്ള ഇതിലായിരുന്നു ജീവിച്ച് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഞാൻ മാറി, ഞാൻ നല്ലതായി, എനിക്കൊരു മാന്യമായിട്ട് ജീവിക്കണം. അങ്ങനെ തെറ്റ് തിരുത്തി വരുന്ന ഒരു മനുഷ്യനെ വീണ്ടും ആരും കുരിശിൽ തറക്കാനായിട്ട് പോവുകയില്ല. ബോധമുള്ള ആരും പോവുകയില്ല. നിങ്ങളുടെ സത്യം പറഞ്ഞ വീഡിയോ എടുത്ത് ആരും റിയാക്ട് ചെയ്യാതിരുന്നതെന്നറിയാം. ഇപ്പോഴും ആരും ഒന്നും പറയാതെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെല്ലാം ഒന്നടങ്കം പുറകിലോട്ട് വലിഞ്ഞു തന്നെ എന്നറിയാവും. നിങ്ങളുടെ മനസ്സ് മാറി, നിങ്ങൾക്ക് ഇപ്പോൾ അസുഖമാണ്, നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു, നിങ്ങൾ ഇനി വന്നാലും നിങ്ങൾ ഈ പഴയ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയില്ല എന്നാണ് ഈ റിയാക്ഷൻ വീഡിയോക്കാരെല്ലാം ഒരുപ്പെട്ടത്. ഏകദേശം ഒരു പകുതി ശതമാനത്തോളം വിചാരിച്ചിട്ടുണ്ട് കാര്യം നിങ്ങൾ ഇനി ഒരിക്കലും അങ്ങനെ വരികയില്ലെന്ന്. പറഞ്ഞാൽ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. കാര്യം ഒരു രോഗത്തിൽ നിന്ന് ഇത്രയും അടുത്ത് വരെ നിങ്ങൾ പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ തിരിച്ചു വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ദൈവത്തെ അറിഞ്ഞു, ദൈവവേല ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ ചെയ്തു, നിങ്ങൾ റീൽസും കാര്യങ്ങളും പിന്നെ നിങ്ങൾ ആൽബം കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകത്തേ ഉള്ളൂ എന്നൊരു മൈൻഡിലാണ് എല്ലാം ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളത് നേരെ തകിടം മറിച്ച് കളഞ്ഞു, നിങ്ങളെപ്പറ്റിയുള്ള ചിന്താഗതി. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഞാൻ അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിപ്പ് ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് ഒരു തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നു. നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ. നീ ₹1 ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കും. നിന്റെ അനിയനല്ലേ? എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ. അതിന് കണക്ക് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. വരുമാനമാണ് എവിടെയും പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രേണു പലയിടത്ത് സംസാരിച്ച് നിൽക്കുന്ന കിച്ചുവിൻ്റെ വരുമാനത്തെ പറ്റിയാണ്. അതിൽ നിന്ന് നീ എന്ത് ചെയ്തു, ഇവർക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. ആ ഒരു കാര്യമാണ് എവിടെയും എടുത്തിരുന്നത്. ഇപ്പോൾ ഋതപ്പൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കിച്ചു ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഋതപ്പന് വേണ്ടത് അവനെ കൊണ്ട് പോയി. ഋതപ്പൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കിച്ചുവിൻ്റെ കൂടെ പോകുമ്പോഴാണ്. എപ്പോഴും സന്തോഷമായി കൊച്ചു ചിരിച്ച് ഒന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ച് പോകുന്ന കണ്ടിട്ടുള്ളത് ഈ കിച്ചുവിൻ്റെ കൂടെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ അതിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന പോലെ കണ്ടിട്ടുള്ളൂ. അത് കിടന്ന് ഒരുപാട് കളിയും ചിരിയൊന്നും കണ്ടിട്ടില്ല.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ കിച്ചുവിനെയും ആ പിള്ളേരെല്ലാം കൂടാണ് ഈ കിച്ചുവിനെ ഋതപ്പനെയും ആ അവിടുത്തെ ബാക്കിയുള്ള 2 കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടാണ് പോയത്. അന്നും കിച്ചു പറഞ്ഞു ഋതപ്പനെ കൊണ്ടുപോകുമ്പോൾ അവരെ എനിക്ക് കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല, ഋതപ്പനെ പോലെ തന്നെയാണ് അവരും എനിക്കെന്ന്. ഈ പ്രാവശ്യം ആ കൊച്ചു വന്നത് രേണുവിനെ കാണാനാണ് വന്നത്. ആ രേണുവിനെ കാണാൻ വന്നിട്ട് ഋതപ്പനെയും കൊണ്ട് ലോകം മൊത്തം ചുറ്റി അടിച്ച് പൊളിച്ച് നടക്കാൻ പോകുമ്പോഴത്തേക്ക് അതും കുറ്റമാകും. അമ്മ IC കിടക്കുക, ആ കൊച്ചിനെ കൊണ്ട് അവൻ കറങ്ങാൻ പോയെന്നേ അന്നേരവും വരത്തുള്ളൂ, അത് നെഗറ്റീവേ വരത്തുള്ളൂ. അതാണ് പറഞ്ഞത് ഒന്നും കൊടുത്തില്ല എടുത്തില്ല എന്നൊക്കെ. ഒരു പ്രാവശ്യം വരുമ്പോൾ കൊടുക്കാതെ എടുക്കാതെ ഇരുന്നാൽ അതുവരെ കൊടുത്തതും എടുത്തതും ഒക്കെ ഇല്ലാതായി പോകുമോ? കണക്ക് പറഞ്ഞല്ല, അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോശം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകൾ. മോന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ അളിയന്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ അച്ഛന്റെ മോന്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിടത്തില്ല മോനെ, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പോൾ ആരുമില്ലായിരുന്നു മോനെ. മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛന്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. 10 ഘട്ടങ്ങളിൽ പോലും ഞാരുമില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കിച്ചു പറഞ്ഞിട്ടുള്ളതാണ്, കിച്ചുവിന്റെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഞാൻ വിളിച്ച് ചോദിച്ചാണ് കൊല്ലത്ത് അമ്മയുടെ കുറിച്ച് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ കൊച്ചിനെ ഇവിടെ ഇവരെല്ലാം അവഗണിക്കുകയും ഇവിടെ ഒരു അധികം പറ്റാന്ന് അവന് തന്നെ തോന്നി തുടങ്ങിയപ്പം അവൻ കൊല്ലത്ത് നിന്ന് പോകാൻ വേണ്ടി അവരോട് വിളിച്ച് ചോദിച്ചാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊക്കെ കിച്ചു പറഞ്ഞതാണ് കിച്ചുവിന്റെ വീഡിയോയിലൂടെ. പിന്നെ ഇനി അതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലായിരുന്നല്ലോ ഒന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു, ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൂടെ കിച്ചു എന്നെ കൂടെ ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ വിട്ടേക്ക്. ഇതാണ് രേണു ഇട്ട വീഡിയോസ്. ഇതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അവസാനം അതിനകത്ത് പറഞ്ഞ കാര്യമുണ്ട്, ഇവരുടെ ചേച്ചിക്ക് അറിയാം, വീട്ടുകാർക്കറിയാം രേണുവിന് വിഷമമുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറയുന്നു. ഇപ്പോൾ രേണു പറയുന്നു രേണുവിന് ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് അവസാനം പറഞ്ഞ് വെച്ചേക്കുന്നത്. ഇനി ഇത് മാറ്റി പറയാൻ പറയും. ഇത് ഇത്രയും ദിവസം വരെ ബ്രസ്റ്റിനാണ് പ്രശ്നം എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു പറഞ്ഞത്. അത് കഷത്തിൻ്റെ അങ്ങോട്ട് രേണുവിൻ്റെ വായും തന്നെയാണ് അത് വന്നത്, വേറെ ആരും പറഞ്ഞല്ല. കഷത്തിൻ്റെ അങ്ങോട്ട് കൂടെ വ്യാപിച്ചു, അത് അവിടെ നിന്ന് ലെൻസിൽ അങ്ങനെയൊക്കെ പുള്ളിക്കാരി പറഞ്ഞത്. അത്രയും അങ്ങനെ പറഞ്ഞ ആളാണ് ഇപ്പോൾ പറയുന്നത് ബ്രസ്റ്റിനല്ല പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ഏതാ സത്യം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഇവർ പറയുന്നതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. പിന്നെ ഇവർ ചേച്ചിക്കും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് രേണുവിന് വിഷമം വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ. എന്തിന് അവരപ്പോൾ ഈ വീഡിയോ രേണുവിനെ കാണിച്ചു? അപ്പോൾ അവർക്ക് എത്രമാത്രം ഇവരോട് സ്നേഹമുണ്ടെന്ന് അപ്പോൾ എന്നാ മനസ്സിലാക്കുന്നത്? അവരാണ് കാണിച്ചത്. രേണു ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതിന് രേണു അല്ല ഇത് കണ്ടത്, രേണുവിൻ്റെ ചേച്ചിയാണത് രേണുവിനെ കൊണ്ട് കാണിച്ചത്. രേണു ചേച്ചിയല്ല, അവർ വീട്ടുകാരാണ് ഇത് കാണിച്ചതെന്നാണ് പറയുന്നത്. ആ വീട്ടുകാർ രേണുവിൻ്റെ ഇത്രയും ഈ ഒരു അവസ്ഥ സോഷ്യൽ മീഡിയയിലുള്ള ആർക്കും അറിയത്തില്ല. ഓക്കെ, ആർക്കും അറിയത്തില്ല നിങ്ങളുടെ അവസ്ഥ. ശരിയാണ്, പുറത്തുള്ളവർക്ക് അത്ര അറിയണമെന്നില്ല. അറിഞ്ഞാൽ തരും, അവരതൊന്നും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പം നിങ്ങളുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത്ര ഒരു അവസ്ഥയാണെന്നറിയാമോ? ആ അവസ്ഥയിലുള്ള അവർ എന്നാത്തിന് നിങ്ങളെ ഈ വീഡിയോ കാണിച്ചു? ഇത്രയും നേരം ഒരു 12 മിനിറ്റോളം ഉണ്ട്, 12 മിനിറ്റ് കൂടുതലുണ്ട്. ഈ 12 മിനിറ്റ് കൂടുതലുള്ള അതിനകത്ത് കുറേ കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഇവരിന്ന് എടുത്തിട്ടുണ്ട്. അത്രയും എടുത്തിട്ട് അവർ കട്ട് ചെയ്ത് അത് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ അത്രയും നേരം ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കൊണ്ട് ഇരുത്തി ഇവർ വീഡിയോയും ചെയ്യിപ്പിച്ച് ഇത്രയും ഇവരെ ഇമോഷണൽ ആക്കുകയും ചെയ്തു. ഇവർ ഇടയ്ക്ക് ശബ്ദം ഒരുപാട് ഉയർത്തുന്നു, സങ്കടം വരുന്നു, അതെല്ലാം അവർ അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ രോഗമുള്ള ഇവരെ കൊണ്ടല്ലേ നിങ്ങളിതെല്ലാം ചെയ്യിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയക്കാരാണ് പ്രശ്നക്കാരെന്ന്. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് സോഷ്യൽ മീഡിയക്കാർ കമൻറ്റ് ഇടുന്നവരൊന്നും അല്ല ഇതിൻ്റെ പ്രശ്നക്കാർ. നിങ്ങളുടെ വീട്ടുകാർ തന്നെയാണ് പ്രശ്നക്കാർ. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളുടെ രോഗം മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ മാതിരി പരിപാടി നിങ്ങളോട് കാണിക്കുകയില്ല. പിന്നെ ഇതിപ്പോൾ ഈ അടുത്ത് രേണുവിൻ്റെ ഇത്രയും നേരത്തെ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ കണ്ടത്. കാരണം ലാസ്റ്റ് കിച്ചനെ ഭീഷണിപ്പെടുത്തിയാണ് വെക്കുന്നത്. ഇനി എന്തെങ്കിലും എൻ്റെ നേരെ വാ തുറന്നാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഫിറോസിൻ്റെ കാര്യത്തിലും വന്നേക്കുന്നത്. ഫിറോസിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾ വാ തുറന്നാൽ നിങ്ങളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. പിന്നെ ഫിറോസ് ഈ വഴിക്കേ വന്നിട്ടില്ല. അത് എന്തായിക്കോട്ടെ എന്നായിക്കോട്ടെ, അത് എന്തെങ്കിലും കാണും. അല്ലെങ്കിൽ പിന്നെ ഫിറോസ് പിന്നെ വഴിക്ക് വരാതിരിക്കുകയല്ലോ. പിന്നെ വഴിക്ക് വന്നിട്ടില്ല ഫിറോസ്. അതുപോലെ പലരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ്. ഇപ്പോൾ കിച്ചുവിനെ ഇവരിപ്പോൾ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം കിച്ചു പുറത്ത് വിട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അതിനി കിച്ചുവിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അവനുള്ള കാര്യങ്ങൾ അവൻ തന്നെ തുറന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതിന് മുന്നേ രേണു ഇതിനേക്കാൾ അവസ്ഥയായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വളരെ അവസ്ഥയായിട്ട് എനിക്ക് ഇത്രയും നാൾ ഒരു വീഡിയോ കണ്ടതിൽ എനിക്ക് മനസ്സിലൊരിച്ചിരി വിഷമം തോന്നിപ്പോയത് ഈ ഒരു വീഡിയോ കണ്ടു. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിൽ വിഷമം തോന്നിയെന്ന് പറഞ്ഞു. ഇവരുടെ പഴയ രൂപം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു.
ഇവരാ ഓടിച്ചാടി നടക്കുന്നതും ഇവരാ ബഹളം വെക്കുന്നതും ഇവരാ ഓരോ വീഡിയോസ് ചെയ്യുന്നതും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഒരു നിമിഷം വന്നു. അങ്ങനെ നടന്നൊരു വ്യക്തിയാണല്ലോ ഈ ഒരു അവസ്ഥയിലായത് എന്ന് പെട്ടെന്ന് എനിക്ക് വിഷമം തോന്നി. ഇതിനകത്ത് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. പോകുന്നുണ്ട് എനിക്ക്, അതെന്നാന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സൈഡ് മരച്ചിരിക്കുവാണ് തലയുടെ, മുഴുവൻ കയ്പാണ്. എൻ്റെ മുടിയെല്ലാം ഒരുമാതിരി പശ പോലായി, പെടലിയിലെ തൊലിയെല്ലാം പോയി, തലയിലേയും തൊലി പോയി. അതുകൊണ്ടാണ് ഹെയർ കട്ട് ചെയ്തത്. ആഗ്രഹം ഇവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാകാൻ, ചുരുക്കി പറഞ്ഞ ഒരു മിഷണറി അല്ലെങ്കിൽ സുവിശേഷകയായിട്ട് പോകാനാണ് ആഗ്രഹം. ഇവിടുന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഈ രോഗമുക്തി നേടിക്കഴിഞ്ഞാൽ എൻ്റെ വർക്ക്, എനിക്ക് കിട്ടുന്ന വർക്കിന്റെ സൈഡിൽ കൂടെ പോകും. പക്ഷെ അതിലും മെയിനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം. ഈ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എണീറ്റിരുന്ന ആ ഒരു വീഡിയോ. ഇത് നേരത്തെ വീഡിയോ ആണ്, അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത്. ആ ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ ആർക്കെങ്കിലും തോന്നുമോ ആ ഒരാളാണ് ഈ പറഞ്ഞത്? ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പം മുന്നെടുത്ത വീഡിയോക്കകത്ത് ഓരോന്നും ഓർത്ത് പറയുന്നുണ്ട്. പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് മനസ്സിലുണ്ട്. നീ കുഞ്ഞിലെ പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞത്, ഇത് 11 വയസ്സുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ആ സമയത്ത് നീ ഇന്നടുത്ത് വെച്ച് ഇന്നത് അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്ന സ്റ്റേഷനിൽ ചെന്നാൽ ഇന്ന കാര്യങ്ങൾ അറിയാം, ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ പറഞ്ഞതും അതുമായിട്ട് അതുപോലെ തന്നെ ഇതുണ്ട്. ഇതിനകത്ത് പല്ലിലൊക്കെ എന്ത് നമ്മൾ ഓർക്കും, ഞാൻ അതൊക്കെ പുറത്തേമോ പല്ലിലൊക്കെ തന്നെ പറ്റി ഇങ്ങനെയൊക്കെ വന്ന് അതുപോലെ തൊലി പോയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ഇതായിപ്പോൾ ഇത് തന്നെ ഇങ്ങനെ എന്ന് ഓർത്തു. പക്ഷേ ഇന്ന് നമ്മളിതിന് കുറച്ച് മുമ്പേ കണ്ട വീഡിയോക്കകത്ത് പല്ലിൽ എന്നതേലും ഉണ്ടോ, എന്നേലും പ്രശ്നങ്ങളുണ്ടോ? ഇത് ചോക്ലേറ്റ് തിന്ന് പല്ലേ മൊത്തം പറ്റിയിരിക്കുന്നതാണ്. നമ്മളത് കാണുന്നവരോർക്കും അവരുടെ വയ്യാഴികയുടെ ഇതുകൊണ്ടാണ് പല്ലിലൊക്കെ അങ്ങനെ വന്നിരിക്കുന്നത് എന്നോർക്കും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക്. ഇതുപോലെ ദൈവത്തെ അറിയാനും ദൈവവേല ചെയ്യാനും നടക്കുന്ന ഒരാൾക്ക് കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ അവരുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് തന്നെ കിച്ചുവിനെ വിളിച്ച് പറയുന്നത്, കിച്ചു ആ വീഡിയോ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും ദൈവത്തെ അറിയുന്ന വ്യക്തിയാണ് കിച്ചുവിനെതിരെയുള്ള ഒരു വീഡിയോ ചെയ്തെടുത്ത് ഇവർ അതിനകത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ടാണല്ലോ കിച്ചു എടുത്ത് അതിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വന്നത്. ഇല്ലെങ്കിൽ കിച്ചുവിന് റിയാക്ട് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നല്ലോ. ഇവരുടെ ചാനലത്തിൽ പലപ്പോഴും കിച്ചുവിനെ ഇതാക്കി പറയുന്നുണ്ട്, കിച്ചു കാണാൻ വന്നില്ല, കിച്ചു അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പറയുന്ന ഒപ്പം തന്നെ അവർ ചിലരിടുന്ന ഇതിനു മുമ്പ് ഇവർ ഒരുപാട് എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു കിച്ചുവിനെ പറ്റി പറയുന്നത്, ഇവർ റീപോസ്റ്റ് ചെയ്തായിരുന്നു. നമ്മൾ ഇതായിട്ട് ഞാൻ പറയല്ലോ, നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് ഒരുപാട് അടുക്കുവാണെങ്കിൽ മനസ്സുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ദൈവത്തോട് അടുക്കുന്നത്. നമുക്ക് ആ അസുഖത്തിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വൈരാഗ്യവും വിദ്വേഷം വെച്ചുകൊണ്ടിരുന്ന നമ്മൾ ദൈവത്തോട് അടുക്കാൻ നോക്കിയാൽ ദൈവം ഒരിക്കലും നമ്മളിലേക്ക് വരികയില്ല. അത് ഏത് മതക്കാരെയാണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഈ ദേഷ്യവും വിദ്വേഷം വരുമ്പോൾ അവിടെ പിശാചാണുള്ളത്. പിശാചാണ് നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ദൈവം വരികയല്ല ഒരിക്കലും. ഇനി നിങ്ങൾ ഈ ഒന്നാമത് ഫോൺ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ രോഗത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാനുണ്ട്. അത്രയും പേര് പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾ ചെയ്യുന്ന മരുന്നും കൂടെ വരുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. പക്ഷേ ആ കൂടെ നമ്മുടെ സ്വഭാവം മാറ്റി നമ്മൾ അതിൻ്റെ രീതിക്ക് നമ്മളുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കുക. ഈ ഇങ്ങനെ മതി ടെൻഷൻ വരുന്ന കാര്യങ്ങൾ എടുക്കാതെ ഇങ്ങനെ ഇതുപോലെ ഓരോന്ന് ഒച്ചയെടുത്തും ബേളം വെച്ചും പറയാതെ ഇരിക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ രേണു ചെയ്ത് വേറൊരു കാര്യമുണ്ട്. ഋതപ്പനെ എഴുതിയൊരു ഫോട്ടോ കിച്ചു വിട്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് ഒരുപാട് പേര് പോസ്റ്റ് ചെയ്ത് വെച്ച് പറഞ്ഞു ഋതപ്പൻ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് കിച്ചുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണത്. ആ ഒരു പോസ്റ്റ് വന്ന പുറകെ തന്നെ രേണു ഒരു റീലിട്ടു. കിച്ചുവിനെ ഋതപ്പനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ കൊടുക്കുകയും ഭയങ്കര സ്നേഹപ്രകടനമായിട്ട് അവരും ഋതപ്പൻ രേണുവിൻ്റെ കൂടെ ഹാപ്പിയാണെന്ന് കാണിക്കുക. അതിൻ്റെയൊക്കെ ആവശ്യം എന്നതാണ്. നിങ്ങൾ അമ്മയാണ്, അവൻ നിങ്ങളോട് ഹാപ്പിയാണ്, അവന്. അത് അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കിച്ചു അന്യനൊന്നുമല്ല, അതേ ചോര തന്നെയാണ്. ആ ഒരു ബ്ലഡിൻ്റെ ഒരു ഇത് വരും, ആ ഒരു സ്നേഹം വരും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ആരിനെ തടയാൻ നോക്കിയാലും അതൊരിക്കലും മാറാൻ പറ്റത്തില്ല. അത് ആ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ഒരു ഇതാണ്. എന്നാലും ഇവരുടെ വീഡിയോ ഞാൻ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് നിർത്തി. ഞാൻ വേറെ നിങ്ങൾക്കറിയാം, ഒരു മാസമായിക്കൊണ്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ കിച്ചുവിനെ ഒരുപാട് ഇതാക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു വിഷമം തോന്നി. ഉള്ള സത്യം പറയാം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കൊണ്ടൊരു മകന്, ആ ഒരു കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ കിച്ചുവിനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. എല്ലാവരും ഇട്ടും ഇങ്ങനെയുള്ളത് ചുറ്റിയിട്ട് ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ കിച്ചു എന്ന് പറയുന്ന ആൾക്ക് അമ്മയില്ല അപ്പനും ഇല്ല എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് സങ്കടം പറയാനായിട്ട് നമ്മുടെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ലോകത്ത്. അവരെടുത്ത് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭാര്യയായി ഭർത്താവായി മക്കളെ അങ്ങനെ ഇതിലേക്ക് പോകണം. ഇപ്പോൾ കിച്ചു ഒറ്റയ്ക്കാണ്. കിച്ചുവിന് ആരുടെ അടുത്തും കിച്ചുവിൻ്റെ സങ്കടം പറഞ്ഞത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പോറ്റമ്മയാന്ന് വന്ന് പറഞ്ഞതാണ്, അമ്മയെന്ന് വിളിച്ചതാണ്. അവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞത് മൊത്തം ഇപ്പോൾ എടുത്ത് അവർ പുറത്തിട്ടത് കണ്ടോ. പറയുമെന്ന് അവരതെല്ലാം എണ്ണി പറയുന്നുണ്ടോ. അവൻ്റെ ചെറുപ്രായത്തിൽ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നത് അവൻ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, പുറത്തിടുന്നില്ലേ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അമ്മയും അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. വേറെ ആരോടും നമ്മുടെ രഹസ്യങ്ങൾ പറഞ്ഞാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ അവരെടുത്ത് പുറത്തിട്ടിരിക്കും, ഉറപ്പായിട്ടിട്ടിരിക്കും. അതിനൊരു സംശയവും വേണ്ട. എന്നാലും എനിക്ക് ഇങ്ങനെ ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഇത് പോസിറ്റീവ് നെഗറ്റീവ് വരും, എന്ത് വന്നാലും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള പറഞ്ഞു. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.